എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസാണ്. അത് ഗോതമ്പ് പൊടി വെച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ മോമോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെള്ളം ആവശ്യത്തിന്. സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 ഗാർലിക്സ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 തുണ്ട് ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 200 ഗ്രാം ചിക്കൻ പ്രഷർ കുക്കറിൽ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. അത് തണുത്തിട്ട് മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ആട്ട കുഴയ്ക്കാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചു കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം. സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അടച്ചു വയ്ക്കാം. ചിക്കൻ മോമോസിന് വേണ്ടിയുള്ള സ്റ്റഫിങ് നമുക്കൊരു പാനിലിട്ട് വഴറ്റിയെടുക്കാം. സ്റ്റഫിങ്ങിന് വേണ്ടി വഴറ്റാനായിട്ട് ആദ്യം 2 എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കും, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, സവോള ഇട്ടു, സവോള ഒന്ന് വഴന്നു വന്നതിന് ശേഷം ചിക്കൻ ഇട്ടു. ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ വഴറ്റുക. സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ടു. ചിക്കൻ ഓൾറെഡി വേവിച്ചതാണ്. ഒന്ന് ജസ്റ്റ് മിക്സ് കൊടുത്ത് വഴറ്റി വെക്കാം.
എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, വഴന്നു വന്നിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തിട്ട് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആട്ട റെഡി ആയിട്ടുണ്ട്, ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി വയ്ക്കാം. ഓരോ ബോൾസ് ഇട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. കട്ടി കുറച്ച് വേണം പരത്താൻ. ഒത്തിരി കട്ടി കുറഞ്ഞു പോകരുത്, കട്ടി കൂടുകയും ചെയ്യരുത്. ഇതിനൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടോരിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കോട്ട് ഫില്ലിങ് വെച്ചു. വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഒരു സൈഡ് മാത്രം പ്ലീറ്റ് ചെയ്യും. ഈ പാകം കൂട്ടി വയ്ക്കുക. സ്റ്റീമറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടി. നമുക്ക് വെള്ളം ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തു. ഓരോന്ന് എടുത്തു.
അടച്ചു വയ്ക്കും. 10 മിനിറ്റ് വേവാനായിട്ട് അടച്ചു വയ്ക്കും. നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഓരോന്ന് കോരി വെച്ച് വയ്ക്കും. പത്ത് മിനിറ്റ് കഴിഞ്ഞ് മാറ്റാം. ഇവിടെ ഞാൻ 2 ഷേപ്പിലാണ് ചിക്കൻ മോമോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ടൊമാറ്റോ ചട്നി ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.